നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയുടെ പതനം ലോകത്തിന് ഭയക്കാനുണ്ട് എന്ന ബാബ വാൻഗയുടെ പ്രവചനം സത്യമാകുമോ എന്ന ഭീതിയിലാണ് ലോകമിപ്പോൾ. അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഇസ്രയേൽ സിറിയയിൽ കനത്ത ആക്രമണം തുടരുന്നു. ബഷാർ വീഴുമ്പോൾ തിരിച്ചടിയേറ്റത് പക്ഷേ റഷ്യ ഇറാൻ ചേരിക്കാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇത്രയും കാലം രാജ്യത്തെ വിമതസേനയെ പ്രതിരോധിച്ചത് റഷ്യൻ ഇറാൻ പിന്തുണയോടെയാണ്. കഴിഞ്ഞ ദിവസം അധികാരമാറ്റ ചർച്ചകളെ തുടർന്ന് സൈനിക വിമാനത്തിൽ രക്ഷപ്പെട്ട അസദും കുടുംബവും നിലവിൽ മോസ്കോയിലാണ് അഭയം തേടിയിട്ടുള്ളത്. സിറിയയിൽ കടുത്ത മതവാദികളായ നേതാക്കൾ അധികാരത്തിലേറ്റുമ്പോൾ മേഖലയിൽ റഷ്യൻ നേതൃത്വത്തിലുള്ള പദ്ധതികൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്നതും അനിശ്ചിതാവസ്ഥ തന്നെയാണ്. റഷ്യൻ യുദ്ധവിമാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു വിമത നീക്കം സിറിയയിൽ തുടങ്ങിയത്. ഇതിനു പിന്നിൽ US, ഇസ്രയേൽ, തുർക്കി സഖ്യമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ അവസരത്തിൽ യുക്രൈനും റഷ്യക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. റഷ്യയുടെ തെക്കൻ തുറമുഖ നഗരമായ ടാഗൻറ്റോഗിൽ ഇന്ന് പുലർച്ചെയാണ് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയത്. യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയതായി ആക്ടിംഗ് റോസ് നേതാവ് റീജിയണൽ ഗവർണർ യൂറി സ്ലൂസർ പറഞ്ഞു. മിസൈൽ ആക്രമണത്തിൽ റഷ്യയിലെ ഒരു വ്യാവസായിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും പാർക്കിംഗ് ഗ്രൗണ്ടിലെ 15 കാറുകൾ കത്തി നശിച്ചതായും യൂറി സ്ലൂസർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേസമയം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. റഷ്യൻ വ്യോമപ്രതിരോധ മേഖലയ്ക്ക് മുകളിലൂടെ 14 ഡ്രോണുകളാണ് എത്തിയത്. ബ്രയാൻസ്ക് നഗരത്തിൽ ഒരു ഉൽപാദന കേന്ദ്രത്തിന് തീ പിടിച്ചതായും റഷ്യൻ അധികൃതർ അവകാശപ്പെട്ടു. തീ അണച്ചതായി ഗവർണർ അലക്സാണ്ടർ ബൊഗാമസ് പിന്നീട് പറഞ്ഞു. ആകാശത്ത് കുറഞ്ഞത് 10 സ്ഫോടനങ്ങളെങ്കിലും കേട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത്. 2,42,000 ജനസംഖ്യയുള്ള ടാഗൻറ്റോഗ് അസോവ് കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ഈ നഗരം മറ്റു പ്രദേശങ്ങളെ പോലെ തന്നെ നിരന്തരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമായ റോസ്റ്റോവ് മേഖലയിൽപ്പെട്ടതാണ്. റഷ്യയുടെ അംഗീകൃത പ്രദേശത്തിനുള്ളിൽ അമേരിക്ക വിതരണം ചെയ്യുന്ന ATACMS പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസം അമേരിക്ക യുക്രൈന് അധികാരം നൽകിയിരുന്നു. മുമ്പ് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യുക്രൈനിന് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് വൈറ്റ് ഹൌസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരം മിസൈൽ ആക്രമണങ്ങൾ സംഘർഷത്തിന്റെ സ്വഭാവത്തെ മാറ്റുമെന്നും റഷ്യക്കെതിരായ ആക്രമണങ്ങളിൽ നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് തുല്യമാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് മുന്നറിയിപ്പും നൽകിയിരുന്നതാണ്. യുക്രൈന്റെ മുൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് വലേറി സലുഷ്നി പറഞ്ഞത് 2024 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതായി വിശ്വസിക്കുന്നു എന്നാണ്. റഷ്യയ്ക്കൊപ്പം സഖ്യകക്ഷികളും ഉത്തര കൊറിയയും യുദ്ധത്തിൽ ചേർന്നു കഴിഞ്ഞു. ഇറാന്റെ പരോക്ഷ പിന്തുണയും റഷ്യയ്ക്ക് കിട്ടുന്നുണ്ട്. അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണയും യുക്രൈനാണ്. ഡിസംബർ 1 യുക്രൈൻ ആഭ്യന്തരമായി നിർമ്മിച്ച ഒരു പുതിയ മിസൈൽ ഡ്രോൺ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് റഷ്യയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്താനുള്ള രാജ്യത്തിന്റെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് സെലൻസ്കി പറഞ്ഞത്. യുക്രൈനിയൻ ഭാഷയിൽ നരകം എന്നർത്ഥമുള്ള പെക്ലോ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ 700 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. പെക്ലോ മിസൈൽ ഡ്രോണുകളുടെ ആദ്യ ബാച്ച് ഇതിനകം യുക്രൈനിയൻ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് ഇതിന്റെ പോരാട്ട ഫലപ്രാപ്തി തെളിയിച്ചിട്ടുണ്ട് എന്നും പുതിയ ദീർഘദൂര മിസൈൽ ഡ്രോണിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പങ്കുവച്ചു. ഇതേസമയം യുക്രൈൻ ആഭ്യന്തരമായി നിർമ്മിച്ച നെപ്റ്റ്യൂൺ ക്രൂയിസ് മിസൈലിന്റെ ദീർഘദൂര പതിപ്പ് സമീപ ഭാവിയിൽ പ്രവർത്തനക്ഷമമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 2022 റഷ്യൻ അധിനിവേശത്തിന്റെ പ്രാരംഭ മാസങ്ങളിൽ റഷ്യയുടെ കരിങ്കടൽ കപ്പലായ മോസ്കോവയെ മുക്കാൻ ഉപയോഗിച്ച ആയുധമാണ് നെപ്റ്റ്യൂൺ. ഇതിനും പുറമെ യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം 2025 30,000-ലധികം ലോങ് റേഞ്ച് ആക്രമണ ഡ്രോണുകൾ വിതരണം ചെയ്യാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 തുടക്കം മുതൽ റഷ്യയുടെ ഊർജ്ജ വ്യവസായത്തിനും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ വിപുലമായ വ്യോമാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ആഭ്യന്തര ഉൽപാദനം ഇപ്പോൾ റെക്കോർഡ് നിലവാരത്തിലെത്തുമ്പോൾ വരുന്ന വർഷം യുക്രൈനിയൻ ആക്രമണങ്ങളുടെ മൂർച്ച കൂടാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുകൾ. ഇതേസമയം നവംബർ 21 റഷ്യ ആദ്യമായി പുതിയ ഒറേഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിലെ ആയുധ ഫാക്ടറിക്ക് നേരെ തൊടുത്തുവിട്ടിരുന്നു. യുക്രൈനിന് പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അമേരിക്ക നീക്കിയതിനുള്ള പ്രതികാരമായാണ് ഈ ആക്രമണമെന്നാണ് പുടിൻ പ്രതികരിച്ചത്.
ഏതായാലും യുക്രൈൻ റഷ്യയ്ക്കു നേരെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ട സ്ഥിതിക്ക് ഇനി റഷ്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. യുക്രൈനെതിരെ റഷ്യയുടെ ശക്തമായ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും. മലയാളി വാർത്ത ഇൻസൈഡ്.